ഹായ്, ഇന്ന് നമ്മുടെ വീഡിയോ എൻ്റെ പ്രഗ്നൻസി അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കുറേ പേര് ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഇപ്പോൾ വ്ലോഗ് ഇടാത്തത്, എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. ഒന്നാമത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചധികം പണിയെടുക്കണം. എല്ലാവരും പറയും വെറുതെ സിമ്പിളായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, നല്ല രീതിയിൽ അതിന് ഒരു ടൈം കണ്ടെത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആകുമ്പോൾ എനിക്കത് സ്ട്രെസ്സാവും. അപ്പോൾ ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ വെറുതെ ഒരു മൂഡ് സിങ്സിന്റെ ഇടയിൽ അതും കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ പിന്നെ ഓൾമോസ്റ്റ് 9 മന്തായി. ഇതൊക്കെ ഒരു മെമ്മറിയും കൂടി ആണല്ലോ. അപ്പോൾ കുറച്ച് പേര് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാം എൻ്റെ പ്രഗ്നൻസി അപ്ഡേറ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ 8ാമത്തെ മാസത്തിലാണ്. 8ാമത്തെ മാസം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പൊ 34 വീക്സ് ആയി. അപ്പോൾ ഇതൊരു ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, ഈ വീക്സും പ്രഗ്നൻസി മന്തും കൂടി എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ആയിട്ട് പോലും എനിക്ക് അതൊരു ഡൗട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും ഫോൺ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഗർഭിണികളെ ആരെങ്കിലും, എല്ലാ പ്രഗ്നന്റ് ലേഡീസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അറിയണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ആ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ 34 വീക്സ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ 8th മന്ത് കംപ്ലീറ്റ് ആവുന്നു. 9th മന്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഞാൻ കാണിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഹോസ്പിറ്റലാണ്. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് അടുത്തുള്ള പഴയ ഹാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഡോക്ടർ ശോഭന മോഹൻദാസ് ആണ്. ആ ഡോക്ടർ എനിക്ക് ഒന്നുകൂടെ സ്പെഷ്യൽ ഡോക്ടറാണ്. ബിക്കോസ് എന്നെ ഈ ഭൂമിയിലേക്ക് എടുത്ത ഡോക്ടറാണ്. എൻ്റെ ഉമ്മയുടെ ഡെലിവറി എടുത്തിട്ടുള്ള ഡോക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഡോക്ടർക്കും ഇത് 2ാമത്തെ കേസാണ്. ഡോക്ടർ എടുത്ത കുട്ടിയുടെ തന്നെ ഒരു ഡെലിവറി എടുക്കാൻ പോകുന്ന ഇത്. അപ്പം ഡോക്ടർ എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി. ആ ഒരു എൻ്റെ കുട്ടിയാന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണ്. ഡോക്ടറെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മളുടെ പകുതി നമ്മൾ റിലീഫാണ്, നമ്മൾ ഓക്കെ ആണ് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. നല്ല സ്വഭാവമുള്ള ഡോക്ടർ. ചിലരുണ്ടാവില്ലേ നമുക്ക് റൂഡായിട്ടുള്ള ഒരു തരം സംസാരം, അതൊന്നുമില്ല. കാമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുതരും. എക്സസൈസ് ചെയ്യേണ്ടതും ഫുഡ് കഴിക്കേണ്ടതും വീഡിയോസ് ഷെയർ ചെയ്ത് തരും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡെലിവറി നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ തൊട്ട് ഡോക്ടറുടെ വാട്സപ്പ് നമുക്ക് തരും, വാട്സപ്പ് നമ്പർ തരും. പിന്നെ ഡോക്ടർ നമുക്ക് വേണ്ട എന്തെങ്കിലും നമുക്ക് കാലുവേദന, കൈവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള വീഡിയോ, ഡോക്ടർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. സോ ഡോക്ടർ നമ്മളുടെ അടുത്തെല്ലാം ഷെയർ ചെയ്ത് തരും. ഡോക്ടർ അതിനായിട്ടുള്ള ഓരോ വീഡിയോസ് അയച്ചു തരും. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണ്ട, അതുപോലെ തന്നെ അങ്ങനെ കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങളൊന്നും ഇല്ല, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ എക്സസൈസ്, എന്തൊക്കെ നമുക്ക് നടുവേദന ഉണ്ടെങ്കിൽ ഏതൊക്കെ ഒരു പോസ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേദന കുറയും, എക്സസൈസ് ചെയ്ത് എന്തൊക്കെ കുറയും, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ട് ഷെയർ ചെയ്ത് തരും. അപ്പൊ നല്ലൊരു ഡോക്ടറാണ്. സോ അത് മാത്രമല്ല, ഡോക്ടറെ ഞാൻ കാണിച്ചു തുടങ്ങിയത് വെച്ചാല് ഈ മുന്നേ തന്നെ കഴിഞ്ഞ ഡെലിവറി ജനറൽ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് കുറച്ച് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഡെലിവറിക്ക്. അതുകൊണ്ടാണ് ഞാൻ മാറ്റി കാണിച്ചത്. അപ്പൊ ആ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയതോട് കൂടിയിട്ട് എനിക്ക് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കാരണം എനിക്ക് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഡെലിവറി സ്റ്റോറി ഒക്കെ. അപ്പൊ ആ ഒരു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കാണിച്ചിരുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ശോഭന ഡോക്ടർ തന്നെയാണ്. പിന്നെ ശോഭന ഡോക്ടറുടെ ഹസ്ബൻഡ് മോഹൻദാസ് ഡോക്ടർ ആയിരുന്നു എൻ്റെ പോസ്റ്റ് പാർട്ടം സൈക്കോസിന് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആയിട്ട് ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്, ഡോക്ടറുടെ അസിസ്റ്റന്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ഹിസ്റ്ററിയും ഈ ഹോസ്പിറ്റലുണ്ട്. പിന്നെ എൻ്റെ മോളെയും ഞാൻ ഇത്രയും കാലമായിട്ട് ജനിച്ചത് തൊട്ടിട്ട് അവിടുത്തെ ഡോക്ടർ തന്നെ, പീഡിയാട്രീഷ്യൻ ഹൃദയ ഡോക്ടറാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. നല്ല ഡോക്ടറാണ്. എൻ്റെ മോൾക്ക് നല്ല കാര്യമായിട്ടുള്ള ഡോക്ടറാണ്. അതായത് അസുഖം വരുമ്പോൾ നന്നായി ട്രീറ്റ് ചെയ്യും. പിന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം പിന്നെ നമ്മൾ ഇവിടെ തന്നെ പ്രിഫർ ചെയ്തു.
അതാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 7th ഞാൻ ബാക്കിയൊക്കെ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ എൻ്റെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 4-5 മാസം വരെയൊക്കെ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഛർദി അങ്ങനെ ചെറുതായിട്ട് രാവിലെയൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഛർദിയൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഇത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് പേടിയാണ്. നമുക്ക് ചെറിയ ഡെവലൈസ് പറയാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ പോലെ കണ്ണേറ് എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഓക്കെ ആണോ എന്ന് ഹാപ്പി ആയിട്ടെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേണ്ട, അത്ര ഉള്ളൂ. അപ്പൊ നമ്മള് വലിയ കുഴപ്പമൊന്നുമില്ല, ഹെൽത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ 7th മന്തില് എനിക്ക് ബ്ലഡ് കുറവായിരുന്നു, ഷുഗർ നോർമലായിരുന്നു, ബ്ലഡ് കുറവായിരുന്നു. തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡ് നോർമൽ ആയിട്ടുണ്ട്, എങ്കിലും ഡോസ് കുറച്ചു. പിന്നെ എന്താ പറയാ, പിന്നെ ഉണ്ടായിരുന്നു 7th മന്തില് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ചെക്കപ്പ് വരെ എനിക്ക് ഇങ്ങനെ എന്താ പറയാ 3 മണിയായിട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങുക, അല്ലെങ്കിൽ 1:30-2 മണി അങ്ങനെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും നീക്കുക ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നീറ്റ് കഴിഞ്ഞ് പിന്നെ ഉറക്കം കിട്ടില്ല. പിന്നെ എപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഉറങ്ങും. ഉച്ചയ്ക്ക് ഉള്ള ഉറക്കാവും, പിന്നെയും കുറച്ചേരം ഉറങ്ങും. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ ചിലര് ശ്രദ്ധിക്കില്ല. അതൊക്കെ ഈ പ്രഗ്നൻസിയിലുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിടും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഉറക്കം ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ ബേബിനെ, നമ്മുടെ ഉമ്മീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വളർച്ചയ്ക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായി ഉറങ്ങിയാലാണ് അവരുടെ വളർച്ച അടിപൊളിയാവുള്ളൂ. അതാണ് ഡോക്ടർ പറയുന്നത്. അപ്പം നമ്മള് ഇതൊക്കെ സാധാരണ വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് പറയാത്തവരുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്, നമ്മൾ പറയണം. ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ട മെഡിസിൻസ് തരും. അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു. 8 മണിയാകുമ്പോൾ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേനും എനിക്ക് ഉറക്കം വരും. ഇപ്പൊ ഉറക്കത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. യൂറിനേറ്റ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്ക് നീറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്ന് കിടന്ന് ഉറങ്ങും നല്ല പോലെ. അത് വെച്ചിട്ട് നല്ല മത്താവുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു രാവിലെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളൊരു 8 മണിക്കൂർ നമ്മൾ നല്ല പോലെ കിടന്നുറങ്ങി 8-9 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നിൽക്കാം. അതിന്റെ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഉറങ്ങാൻ വേണ്ടി, നമ്മുടെ ബേബിക്ക് വേണ്ടി, ഹെൽത്തിന് വേണ്ടിയിട്ട് തരുന്ന മെഡിസിൻ. പിന്നെ ഞാൻ കഴിക്കുന്നത് അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും. പിന്നെ അതിന്റെ മുന്നത്തെ പ്രാവശ്യം എനിക്ക് ഗ്യാസ് ട്രബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഗ്യാസിനുള്ള മെഡിസിനും ഒക്കെ തന്നിരുന്നു. നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ളതും പിന്നെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പും തന്നിരുന്നു. ഒരു പൈനാപ്പിളിന്റെ അതിന്റെ പേര് മറന്നു. അപ്പൊ ആ ഒരു ഒരു കുപ്പി തന്നിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസം കൂടുമ്പോ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെക്കപ്പിന് പോകണം. 2 പ്രാവശ്യമായിട്ട് ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ 1 മാസം കഴിയുമ്പോഴാണല്ലോ പോവാ. ഇപ്പൊ 32 വീക്സിൽ പോയി, 32 വീക്സിൽ പോയി. ഇനിയിപ്പോ നെക്സ്റ്റ് 35 വീക്സ്, അടുത്ത വീക്സിൽ അടുത്ത ആഴ്ച പോയിട്ട് ഡോക്ടറെ കാണണം. പിന്നെ എന്താ പറയല്ലേ, തൈറോയിഡൊക്കെ. പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഫസ്റ്റ് ടൈമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എല്ലാം കൂടി കൂട്ടി കുഴക്കുന്നില്ല. അത് അപ്പം മാത്രം ഉണ്ടാവില്ല. അത് ഡോക്ടർ മരുന്ന് എന്ന് ഞാനും ശ്രദ്ധിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ എന്താ പറയാ, ഞാനൊന്ന് എഴുതി വെച്ചേക്കാം എന്തെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓവറായിട്ടൊന്നും ഞാൻ ഫുഡ് കഴിക്കില്ല. അതിനായിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയാ, നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന രീതിയിൽ കഴിക്കും ഓരോ ടൈമില്. പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ വെള്ളം കുടിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എക്സസൈസ് പറഞ്ഞിട്ടുണ്ട്. നമ്മള് നമ്മുടെ ഗ്രോത്ത് സ്കാൻ, ഡോപ്ലർ സ്കാൻ കഴിഞ്ഞപ്പോ 7th മന്ത് ലാസ്റ്റ് ഒക്കെ ആയിട്ടൊരു സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്കാനിങ് കഴിഞ്ഞപ്പോ ഉണ്ണി സെഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട്, ഹെഡ് ഓൺ പൊസിഷൻ ആയപ്പോ
അപ്പൊ നമ്മൾ ഹെഡ് ഓൺ പൊസിഷൻ ആയപ്പോൾ ഡോക്ടർ എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു, ഇപ്പൊ ചെയ്യേണ്ട എക്സസൈസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ ആ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സസൈസിനെ പറ്റിയിട്ട് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനും ഓരോ രീതിയിലായിരിക്കും. ഇപ്പൊ എനിക്ക് ചെയ്യേണ്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറച്ച് 30 മിനിറ്റ് നടക്കാനും അതുപോലെ തന്നെ സ്ക്വാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ഓരോരുത്തർക്ക്, നമ്മൾ കുറെ ഫോണിൽ നോക്കിയൊക്കെ ചെയ്യണത് നമ്മുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുന്നതാവും നല്ലത്, വെറുതെ റിസ്ക് പിടിക്കണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ പറയാ, എൻ്റെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ചെക്കപ്പില് 129 ഒക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ വരാമ്മ. പിന്നെ എന്താ പറയാ, പിന്നെ എന്താ, പ്ലസന്റെ പോസ്റ്റീരിയർ ആണ്, അമ്നോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ബ്ലഡ് കുറവായിരുന്നു എനിക്ക് 10, പക്ഷെ ഇപ്പൊ അത് കറക്റ്റ് ആയി. 12, നമ്മൾ ഗർഭിണികൾക്ക് 12 വേണ്ടത്. അപ്പൊ എനിക്കിപ്പോ 12.2 അപ്പൊ ബ്ലഡ് കുറഞ്ഞപ്പോ എനിക്ക് 7th മന്തില്, അതായത് 8th മന്തിന്റെ ഫസ്റ്റിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ ബ്ലഡിന്റെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ ബ്ലഡ് വെക്കാനുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചീര, അതുപോലെ തന്നെ ബീട്രൂട്ട്, അങ്ങനെ ബീൻസ്, നമ്മളെ പയറുവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സംഭവം പച്ചക്കറികൾ അങ്ങനെ കഴിച്ചിരുന്നു. അത് പോരാണ്ട് ഞാൻ ഡെയിലി കഴിച്ചിരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഗി കുറുക്കി കുടിക്കും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം, ബ്ലഡ് വെക്കാനുള്ളത്. അപ്പൊ ഞാൻ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മറക്കാണ്ട് എഴുതി വെക്കാട്ടോ. അപ്പൊ ആ ബ്ലഡ് ഒക്കെ ഇപ്പൊ കറക്റ്റ് ആയി, ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ചെക്കപ്പ് അടുത്ത ആഴ്ച പോയിട്ട് ചെയ്യും. പിന്നെ ഞാൻ എന്താ പറയാ, ഉണ്ണിക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇനിയും പർച്ചേസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് എന്റെ പ്രഗ്നൻസി അപ്ഡേറ്റ്. അപ്പൊ ഞാനിപ്പോ സേഫ് ആയിട്ടിരിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ എടുത്തു. വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു 1 മാസം. അപ്പൊ വിഷ്ണു വന്നിട്ട് ഇപ്പൊ പോയി, 2 ദിവസമായി പോയിട്ട്. അപ്പൊ അവൻ ഉള്ള സമയത്ത് ഞങ്ങള് പോയിട്ട് ഫോട്ടോ എടുത്തു. വളക്കാപ്പൊക്കെ നടത്താന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മള് വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കണതെന്ന് എന്നൊരു മെയിൻ ഉദ്ദേശമുണ്ട്. മേ ബി ഈ ഒരു ഡെലിവറിയോട് കൂടിയിട്ട് ഞാൻ ഡെലിവറി നിർത്തണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതെന്റെ ലാസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പൊ ചില ആൾക്കാർ വീഡിയോയില്, കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ ഇതൊക്കെ എന്തിനാ നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിച്ചു, പ്രഗ്നൻസി റിവീൽ ചെയ്ത വീഡിയോയില്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടല്ലേ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലം നമുക്ക് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവും ചിലർക്ക്. ഈ കമന്റ് ബോക്സിൽ പറയുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. എനിക്കിഷ്ടമാണ് എന്റെ ചെറുപ്പത്തിലത്തെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാനൊക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോ എന്റെ മാമൻ, എന്താ പറയാ, എനിക്ക് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എന്റെ മാമൻ ഉണ്ടായിരുന്നു, ഷമീർ മാമ എന്റെ എല്ലാ ഫോട്ടോസ് എടുത്ത് എന്താ പറയാ ആൽബാക്കിയിട്ട് വെച്ചിരുന്നു. അത് ഞാൻ ഓൾമോസ്റ്റ് ഞാനൊരു കോളേജ് കാലം വരെ ഞാൻ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഞാൻ വീഡിയോ ചെയ്തിട്ട് പിന്നെ അപ്പൊ അത് പിന്നെ മിസ്സായിച്ചാല് മാമൻ ഗൾഫില് അതൊന്ന് പഴയ ഫോട്ടോസ് ആകുമ്പോൾ അതിന് ഒരു കളറ് ചെറുതായിട്ടൊക്കെ വരുമല്ലോ. അപ്പൊ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് മാമൻ ദുബായിൽ കൊണ്ടുപോയിട്ട് മാമൻ അവിടുന്ന് മിസ്സായി. അപ്പൊ അത് നഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഫോട്ടോസ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഫോട്ടോസ് ആയിട്ടുള്ള കാരണം എനിക്ക് എന്റെ പഴയ കോലം കാണാം. അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അതൊന്നും ഉണ്ടാവും. ഇപ്പൊ യൂട്യൂബ് അടിച്ചു പോണ കാലം ഉണ്ടാവുമ്പോഴല്ലേ അത് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ കൊണ്ടുകൊടുത്താലും യൂട്യൂബ് എന്നും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇപ്പൊ മോളുടെ ആണെങ്കിലും പഴയ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടുള്ള കാരണം അവൾക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കുമ്പോ അവൾ ആ വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ട് അവൾ ഫുഡ് കഴിക്കും. ആൾക്കാർ കാണാൻ ഇഷ്ടമാണ്. അതുപോലെ നമ്മളിപ്പോ ഈ ടൈമിൽ കാണിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും നമ്മളെ കുട്ടികൾക്ക് അവരുടെ സ്റ്റോറി ആയിട്ട് അവർക്ക് ഇതൊക്കെ കാണാം. നമ്മളില്ലേലും അവർക്ക് ഇതൊക്കെ കാണാം. അതായത് നമ്മള് ഇല്ലേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സായി, നമ്മുടെ കുട്ടികള്, അവർക്ക് നമുക്ക് ഗ്രാൻഡ് പാരന്റ്സ് ആയി,
നമ്മൾ ഗ്രാൻഡ് പാരന്റ്സ് ആയി അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്കത് ഞങ്ങളുടെ കഥ ഇതാന്നിട്ടാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കാണിക്കാം. സോ ഇത് നാട്ടുകാരെ കാണിക്കേണ്ടെന്ന് ആവശ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഇങ്ങനെ എനിക്കൊക്കെ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. പലരും ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബബിൾ സൗണ്ട് ഉണ്ടാക്കല്ലേ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ബാക്കി പ്രഗ്നൻസിന്റെ ഡെലിവറി സ്റ്റോറിയും പ്രഗ്നൻസി സ്റ്റോറിയും ഒക്കെ കേൾക്കും. അത് ഓരോരുത്തർ എക്സ്പീരിയൻസിൽ നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ ബബിള് കളിക്കാനുണ്ടോ അതാണ് ഇടയിൽ ഇതാക്കണേ. നമ്മതൊന്ന് ഇട്ട് കഴിയട്ടെ കേട്ടാ. അപ്പൊ നമ്മള് പറഞ്ഞെന്താ നമ്മള് ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോ അതൊരു ഹാപ്പിനെസ് ആണ്. നമുക്കത് പിന്നെ കാണാം. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാണുക വേണ്ട, നോക്കണ്ട, അത്ര പറയാറുള്ളൂ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ പറയുമ്പോ ചിലപ്പോ നമ്മുടെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസിയിൽ നമുക്ക് പല മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോ കാണുന്ന സമയത്ത് നല്ല മൂഡല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ വിഷമിക്കും. അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നിങ്ങളെ എഫക്ട് ചെയ്യില്ല. നിങ്ങൾക്കത് പറഞ്ഞ് അങ്ങോട്ട് പോവാം. നമ്മളത് കേട്ട് കഴിഞ്ഞ് നമുക്ക് എടുക്കുമ്പോ നമ്മുടെ ഉള്ളിലൊരു ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരാളും കൂടി വളർന്നു വരുന്നുണ്ട്. നമ്മൾ ഹാപ്പി ആണെങ്കിലാണ് നമ്മുടെ പിള്ളേരും ഹാപ്പി ആയുള്ളൂ, കുട്ടികളും ഹാപ്പി ആയി നല്ല ഹെൽത്തി ബേബി ആയിട്ട് വരുള്ളൂ. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നമ്മളെ വേദനിക്കുകയാണ് വെച്ചെങ്കിൽ അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്കത് നമ്മൾ പറയില്ലേ കിട്ടും, എവിടെയെങ്കിലും വെച്ച് ദൈവം തരും. അതിപ്പോ ഞാൻ അവർക്ക് വേണ്ടി അത് ഞാൻ വിട്ടുവിട്ടാ, കുഴപ്പമില്ല. നമ്മളുടെ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തി കൊണ്ട് വിഷമിപ്പിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ, ശരിയാണ്. ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് നല്ലൊരാളാന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങനെ പോകുന്നു, എന്റെ ഫാമിലിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ എപ്പോഴായാലും ആ ഒരു വിഷമം എന്നെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ പലതും പറഞ്ഞ് അത് നമ്മുടെ ഈ ടോപ്പിക്ക് തമ്മിൽ ബന്ധമല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ വീഡിയോസിലാണെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി മാത്രം കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് പറയണത് നിങ്ങൾ കാരണം നിങ്ങൾ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യണത് വെറുതെ എന്തിനാ. അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഇങ്ങനത്തെ ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടിട്ട് ഉള്ള ആൾക്കാർ ഇതിലിപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ചിലർക്ക് ഉപകാരപ്പെടും. ലൈക്ക് ബ്ലഡ് വെച്ച കേസ്, പിന്നെ മാസത്തിന്റെ കേസ്, ഉറക്കത്തിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഹോസ്പിറ്റല് ആ കാര്യങ്ങളൊക്കെ ചിലർക്ക് യൂസ്ഫുൾ ആവും. അതൊക്കെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഇതെന്റെ ഒരു മെമ്മറിയും കൂടിയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.